നമുക്ക് ക്വില്ലിംഗ് പേപ്പർ വെച്ചിട്ട് തന്നെ ഒരു വേറൊരു ടൈപ്പ് വള എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അത് അത്ര എളുപ്പമൊന്നും ഞാൻ പറയില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 5mm ക്വില്ലിംഗ് പേപ്പർ എടുത്തിരിക്കണേ. ഇപ്പോൾ ഇത് 2 കളർ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ പോയിന്റ് മടക്കി ഒന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു കമ്മൽ ചെയ്തിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്. എന്നാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ഇത് നടുക്കായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഒരു പീസിനെ ഫസ്റ്റ് ഇങ്ങനെ ലൂപ്പാക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ബ്ലാക്ക് കൂടെ താഴോട്ട് മടക്കി, പിന്നെ റെഡിൻ്റെ സൈഡിലേക്ക് മടക്കി, പിന്നെ ഒരു ബ്ലാക്ക് മുകളിലേക്ക് എടുത്ത്, പിന്നെ താഴെയുള്ള ഈ സൈഡിലുള്ള റെഡിനെ നമ്മൾ ഈ ലൂപ്പിൽ കൂടെ ഇങ്ങോട്ട് എടുത്ത്, അങ്ങനെ നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പീസാണ് കിട്ടുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് പോകണം. അപ്പോൾ അത് ഒത്തിരി വേണ്ടി വരും, നമ്മൾ കുറച്ചൊന്നും വരാം. അപ്പോൾ ഇതിന് തീരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് ക്വില്ലിംഗ് പേപ്പർ വീണ്ടും സ്റ്റിക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്മൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ വലിച്ച് ടൈറ്റാക്കി ഇത് തീരുന്ന സമയത്ത് നമ്മൾ 4 സൈഡിലും ഓരോ പേപ്പറും ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ എടുക്കുന്ന ബാങ്കിൻ്റെ സൈസ് എത്രയാണോ അതനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇയറിങ്സ് നേരത്തെ ചെയ്തത് ഇതാണ്. നമ്മളത് നീളത്തിലെടുത്തതിനെ ചുറ്റിച്ചതിനെ നമ്മൾ ഇയറിംഗ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഇതുപോലെയുള്ള പീസായിരുന്നു. ഇതുപോലുള്ള പീസ് നമ്മൾ വളച്ചാണ് ഇയറിംഗ് ആക്കിയത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇത്രയും നീളത്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നീളത്തിലെടുത്തിട്ട് ഇത് ലാസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്തതിന് ഒട്ടിച്ച് മാറ്റും. നമുക്കിതിനെ ഒട്ടിച്ചിട്ട് വേണം ഇതിനെ കട്ട് ചെയ്ത് മാറ്റാൻ. നമുക്ക് 4 പീസിനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു പീസാക്കി എടുത്തോണ്ട് സ്റ്റാർട്ടിങ്ങിലും കുറച്ച് ഒട്ടിയിരിക്കാനാണ്. നമുക്കിത് ബാങ്കിൻ്റെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടും. ഈ ഫ്രെയിമിലേക്ക് നമുക്കിതിനെ ഇനി സ്റ്റിക്ക് ചെയ്യണം വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലെ ഗൺ കിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട്. ഇത് ഗ്ലൂ ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഇത് ഗ്ലൂ ഗണ്ണാണ്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് പതുക്കെ കുറേശ്ശെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഗൺ സ്റ്റാൻഡിലോട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മളിതിനെ കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ഇത് ചൂടുണ്ടാവും, അപ്പോൾ അത് കയ്യിലാവാണ്ട് ശ്രദ്ധിക്കണം. നമ്മളത് ഇങ്ങനെ താഴ്ത്തുമ്പോൾ മാത്രമാണ് അത് ഗ്ലൂ വരുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാൻഡിലോട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൺ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല, അന്നേരം ക്ലിപ്പിട്ട് അങ്ങ് പോയാൽ മതി അത് ഒട്ടാൻ വേണ്ടിയിട്ട്. ഗണ്ണാകുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഒട്ടിച്ച് മാറ്റാം. നമുക്ക് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, കൈ കൊള്ളാണ്ട് സൂക്ഷിക്കണം. ഇതുണ്ട്, ഇത് നല്ല ഭംഗിയുള്ളത് നമുക്ക് ഫ്രെയിമിൽ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.